ഹോർമുസിൽ ഇറാനെ പൂട്ടാൻ യുഎസിന്റെ പടയൊരുക്കം. ഇറാന്റെ തുറമുഖങ്ങളാണ് യുഎസിന്റെ ലക്ഷ്യം. ഉപരോധത്തിലൂടെ ഇറാനെ വരിഞ്ഞു മുറുക്കാനാണ് യുഎസിന്റെ നീക്കം. മേഖലയിൽ വൻ സൈനിക സന്നാഹമാണ് യുഎസ് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മാരക ആയുധങ്ങളുമായി 15ലധികം യുദ്ധക്കപ്പലുകൾ യുഎസ് അറബിക്കടലിൽ സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഈ യുദ്ധക്കപ്പലുകളിൽ യുഎസിന്റെ തുറുപ്പ് ചീട്ട് USS ട്രിപ്പോളിയാണ്. F-35B ലൈറ്റനിങ് യുദ്ധവിമാനങ്ങളും MV-22 ഓസ്പ്രേ വിമാനങ്ങളും വഹിക്കാൻ ശേഷിയുണ്ട് ഈ അത്യാധുനിക യുദ്ധക്കപ്പലിന്. കൂടുതൽ യുദ്ധവിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷി USS ട്രിപ്പോളിക്കുണ്ട്. യുദ്ധവിമാനങ്ങളുടെയും ഹെലികോപ്റ്ററുകളുടെയും അറ്റകുറ്റപ്പണി നടത്താനും ഈ യുദ്ധക്കപ്പലിൽ സൗകര്യമുണ്ട്. 20ലധികം F-35B യുദ്ധവിമാനങ്ങളെ വരെ വിന്യസിക്കാനുള്ള ശേഷി ഈ യുദ്ധക്കപ്പലിനുണ്ട്. USS ഫ്രാങ്കി പീറ്റേഴ്സൺ, USS മൈക്കൽ മർഫി എന്നീ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും USSന്റെ സൈനിക കരുത്ത് കൂട്ടുന്നുണ്ട്. ഒരേ സമയം യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും അന്തർവാഹിനികളെയും നേരിടാൻ ശേഷിയുള്ള ഈജിസ് കോംബാറ്റ് സിസ്റ്റവും USSന്റെ പക്കലുണ്ട്. ഹോർമുസിൽ കപ്പലുകളെ കുടുക്കാൻ മൈനുകൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇറാൻ വെല്ലുവിളിച്ചിരുന്നു. ഈ നാവിക മൈനുകൾ നീക്കാൻ അണ്ടർ വാട്ടർ ഡ്രോണുകളും പ്രത്യേക കപ്പലുകളുമുണ്ട്. ഉപരോധം ലംഘിക്കുന്ന കപ്പലുകളെ പിടിച്ചെടുക്കുമെന്ന് US മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനായി പ്രത്യേക ടീമുകളെയും സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഈ ബോർഡിംഗ് ടീമുകൾക്ക് ഹെലികോപ്റ്റർ വഴിയും ഹൈസ്പീഡ് ബോട്ടുകൾ വഴിയും ഏത് കപ്പലുകളെയും മിനിറ്റുകൾക്കുള്ളിൽ ലക്ഷ്യമിട്ടെത്താം. കടലിലുള്ള ഏതൊരു നീക്കവും US സദാസമയവും നിരീക്ഷിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിനായി സർവൈലൻസ് ഡ്രോണുകളും റഡാറുകളും സജ്ജമാണ്. വിട്ടുകൊടുക്കാൻ ഇറാനും തയ്യാറല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ മേഖലയിൽ സംഘർഷം ആശങ്ക ഉയർത്തുന്ന തരത്തിൽ തീവ്രമായിരിക്കുന്നു. അതിനിടെ വലിയൊരു തിരിച്ചടി USനുണ്ടായിരിക്കുന്നു. USന്റെ ഉപരോധത്തിനെതിരെ സൗദി അറേബ്യ രംഗത്ത് വന്നു. ട്രംപിന്റെ നീക്കം സ്ഥിതിഗതികൾ വഷളാക്കുമെന്ന് സൗദി ഭയപ്പെടുന്നതായാണ് വാൾസ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹോർമസ് കടലിടുക്കിലെ ഉപരോധം പിൻവലിക്കണമെന്നും ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കണമെന്നും സൗദി അറേബ്യ USനോട് ആവശ്യപ്പെട്ടതായാണ് വാൾസ്ട്രീറ്റ് ജേർണലിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഹോർമസ് ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇറാൻ ചെങ്കടലിലെ ബാബൽ മന്ദബ് അടച്ചുപൂട്ടും. ഇത് സൗദിക്ക് വലിയ തിരിച്ചടിയായി മാറും. അതുകൊണ്ടാണ് USന്റെ ഉപരോധത്തെ സൗദി എതിർക്കുന്നത്. ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചാൽ അത് കൂടുതൽ തിരിച്ചടി നൽകുന്നത് ഗൾഫ് രാജ്യങ്ങൾക്ക് തന്നെയാകുമെന്ന് സൗദി തിരിച്ചറിയുന്നുണ്ട്. US ഉപരോധത്തിനെതിരായ നീക്കത്തിന് പിന്നിലെ കാരണം ഇതാണെന്നാണ് വിലയിരുത്തൽ.